ഞാനിവിടെ ഒരു ഓയിലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സ്കിന്നിന് നല്ലവണ്ണം നിറം നൽകുന്നതും തൊലിപ്പുറത്തുണ്ടാകുന്ന പാടുകൾ, കരിവാളിപ്പ് എല്ലാത്തിനും നല്ലൊരു ഓയിലാണ് ഇവിടെ ഞാൻ അനത്തുന്നത്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഓയിൽ തീർന്നു പോയി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ക്യാരറ്റ് കുറച്ചെടുത്തു. പച്ചമഞ്ഞളുണ്ടായിരുന്നു, പച്ചമഞ്ഞൾ കുറച്ചെടുത്തു. അതുപോലെ തന്നെ പച്ചപ്പാൽ. ഇനിയും നമുക്ക് ഈ ഓയിലൊന്ന് തയ്യാറാക്കിയാലോ? അതിന് ശുദ്ധമായ വെളിച്ചെണ്ണയും എൻ്റെ കയ്യിലുണ്ട്. ഇനി ഓയിൽ തയ്യാറാക്കാൻ പോകാം. ക്യാരറ്റ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് പാലോളം എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീൽ കപ്പിനായതുകൊണ്ട് അളവ് ശരിക്ക് പറയാൻ പറ്റില്ല. ഏകദേശം 1 ഗ്ലാസോളം ഉണ്ട്. ശുദ്ധമായ പച്ചമഞ്ഞളും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ കാച്ചുന്നുള്ളൂ. കൂടുതൽ കാച്ചി വെച്ചാൽ എൻ്റെ അമ്മയാണെങ്കിൽ എടുത്ത് ഓരോരുത്തർക്കും കൊടുക്കും. ഞാനിപ്പോൾ നോക്കിയപ്പം എനിക്ക് എണ്ണ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ എനിക്ക് എണ്ണ കാച്ചേണ്ടി വന്നത്. ചോദിച്ചപ്പം പറഞ്ഞു, എൻ്റെ ആൻറ്റി ഇവിടെ വന്നിരുന്നു, പുള്ളിയുടെ ദേഹത്തെല്ലാം നല്ല കരിവാളിപ്പ് തോന്നി, ഞാൻ എടുത്ത് കൊടുത്തുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പം ഇത് കാച്ചേണ്ടി വന്നു. ഇനിയും അരച്ച് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമഞ്ഞൾ ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഇതും ഇളക്കി ചെറിയ തീയിൽ കാച്ചിയെടുക്കുക. കൈവിടാതെ ഇളക്കിയെടുക്കണം. മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, കറുത്ത പാടുകൾ, മുഖം നല്ല കളറ് വെച്ച് നല്ല മിനുസമുണ്ടായി, അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ, കരിമങ്ങല്യം എല്ലാത്തിനും നല്ലതാണ് ഈ ഓയിൽ. കൊച്ചു കുട്ടികൾക്കും ഈ എണ്ണ തേച്ച് കൊടുക്കാം. കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓയിലാണ് ഇത്. കുഞ്ഞിലേ തൊട്ടേ ഓയിൽ തേച്ച് കൊടുക്കണം. ചെറുതീയിൽ നമുക്ക് ഇത് കാച്ചിയെടുക്കാം. നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാലൊഴിച്ചത് കൊണ്ട് പിരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. കുറെ കഴിയുമ്പോൾ പിരിഞ്ഞതുപോലാകും, അതൊന്നും കുഴപ്പമില്ല. ഒരു തുള്ളി പുരട്ടിയാൽ മതി, അല്ലാതെ ഒരുപാടൊന്നും കുഴച്ച് പുരട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ 1-2 തുള്ളി എടുത്ത് മുഖത്ത് പുരട്ടിയിട്ട്, ഓയിൽ സ്കിന്നുള്ളവർ വേണ്ട, വരണ്ട ചർമ്മമുള്ളവർ പുരട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. ഓയിൽ സ്കിന്നുള്ളവർ പുരട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ ഓയിൽ സ്കിന്നും വരണ്ട ചർമ്മവും കൂടെ കൂടിച്ചേർന്ന ഒരു സ്കിൻകാരുണ്ടല്ലോ, ആ ടൈപ്പാണ് എൻ്റേത്. അവർക്ക് ഇതുപോലെ തന്നെ പുരട്ടിയിട്ട് കഴുകിക്കളയും. എൻ്റെ ഫോണിനെന്തോ തകരാറ് സംഭവിച്ചെന്നാണ് തോന്നുന്നു. ചൂടാകുന്ന ഉടനെ പെട്ടെന്ന് ഓഫായി പോകുക. ഞാനേ ഫേസ് പാക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനും ഒക്കെ മടിയുള്ള കൂട്ടത്തിലുള്ളതാണ് ഞാൻ. അതുകൊണ്ട് ഈ ഓയിലാകുമ്പോൾ പുരട്ടിയിട്ട് നമ്മുടെ ജോലി നോക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഓയിലൊക്കെ
ഉണ്ടാക്കി വയ്ക്കാറ് പതിവുണ്ട്. ഇതിൻ്റെ ഈ പാത അടങ്ങുമ്പോൾ ഇത് ഏകദേശമൊക്കെ ആകും. ഇപ്പോഴേ ഏകദേശമൊക്കെ ഇത് പാകമായിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടെ ഇവിടെ കിടന്നാൽ മതി. ഉണ്ട്, നല്ലപോലെ കളറൊക്കെ ഇറങ്ങിത്തുടങ്ങി. എൻ്റെ ഫോൺ അടിച്ചു പോയെന്നാണ് തോന്നുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങാറായി. പാകമായ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു. തയ്യാറാകുമ്പോൾ ഇങ്ങനത്തെ കളറിൽ ഓയിൽ കിട്ടും. ഇത് ആറിയിട്ടില്ല. ആറിക്കഴിയുമ്പോൾ ഒരു ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതേ കളറിൽ ഓയിൽ കിട്ടും. ഓയിൽ കണ്ടോ, നല്ല മഞ്ഞ കളറായി ഇരിക്കുകയാണ്. ഇതിപ്പം നല്ല ചൂടാണ്. ഇതിന് ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ച് വെക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ഓയിലാണ്. ഈ ഓയിൽ ശരീരത്തെ തേച്ച് പിടിപ്പിക്കേണ്ട വിധം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ശരീരത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, ശരീരത്തിലുണ്ടാകുന്ന കരുവാളിപ്പ്, കറുത്ത പാടുകൾ, അതുപോലെ തന്നെ ഡിസ്കളറേഷന്, ഇതെല്ലാം മാറി ശരീരത്തിന് നല്ലൊരു നിറം ലഭിക്കുവാൻ ഈ ഓയിൽ വളരെ നല്ലതാണ്. ഈ ഓയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.